ഹലോ ഗൈസ്, അങ്ങനെ ക്രേസി ട്രിപ്പിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇറങ്ങി കിടക്കുകയാണ്. നമ്മുടെ പെരിന്തൽമണ്ണ കൊടികുത്തിമലയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഞാൻ ബൈക്കിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിൽ കാണുന്ന എൻ്റെ വീടാണ് കേട്ടോ. തൊട്ടടുത്ത വീട്ടിലെ രണ്ടുപേരും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അവരെയും കൂട്ടിയിട്ട് കാറിൽ പോകാനുള്ള പരിപാടിയാണ്. ഓക്കെ, പിന്നെ സ്ഥിരം എൻ്റെ വീഡിയോയിലുള്ള സുനി എന്ന് പറഞ്ഞ കൂട്ടുകാരനുണ്ട്. അപ്പോൾ പെരിന്തൽമണ്ണ കൊടികുത്തിമലയുടെ അടിപൊളി കാഴ്ചകളിലേക്ക് പോകട്ടോ. നിങ്ങൾ മുടക്കാം. പെരിന്തൽമണ്ണയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ നമ്മൾ പാലക്കാട് പെരിന്തൽമണ്ണ ഹൈവേയിലൂടെ സഞ്ചരിച്ചാലാണ് കൊടിക്കുത്തിമലയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കിട്ടുന്നതാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ എക്കോ ടൂറിസം, അതായത് കൊടികുത്തിമല എക്കോ ടൂറിസത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ കിടക്കണമെങ്കിൽ ഒരാൾക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഒരാൾക്ക് 40 രൂപയാണ് ചാർജ്. അപ്പോൾ ഇതൊരു ഹിൽ ഏരിയയാണ്, അതായത് 1770 അടി ഉയരത്തിലാണ് ഈ പ്രദേശം നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ കൊടികുത്തിമല എന്നാണ്. അതായത് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലൊക്കെ ഇവിടെ ഒരു സർവേ നടക്കുകയും അങ്ങനെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ടൊരു കൊടി, അതായത് സർവേ കല്ല് രൂപത്തിലൊരു എന്തോ ഒന്ന് സ്ഥാപിച്ചു. അപ്പോൾ അതിന് ശേഷമാണ് ഇവിടെ കൊടികുത്തിമല എന്ന പേര് വന്നത്. അപ്പോൾ ഞാനിവിടെ മുന്നേ ഒരു വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊന്നും ഡെവലപ്പായിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. പക്ഷേ പ്ലാസ്റ്റിക്കൊന്നും ഇവിടെ അലൗഡ് അല്ല. അപ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എക്സ്ട്രാ നമ്മളൊരു 50 രൂപ കൊടുക്കണം. എന്നിട്ട് തിരിച്ച് ആ ബോട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ ആ ഒരു 50 രൂപ നമുക്ക് തിരിച്ചു തരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയൊന്നല്ല, മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ എവിടെ നോക്കിയാലും നമ്മുടെ ഊട്ടിയല്ലേ. അപ്പോൾ ഇതിപ്പോൾ അറിയപ്പെടുന്നത് മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു 360 ഡിഗ്രിയുള്ള അടിപൊളി ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. നമുക്ക് മുകളിൽ പോയിട്ടൊരു വാച്ച് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് കാണാം. പണ്ട് ഈ സ്ഥലങ്ങളൊന്നും ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫുള്ള് മണ്ണായിരുന്നു. ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ട് കുറച്ച് നന്നാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് നടക്കാനുള്ളൊരു പാകത്തിനാക്കിയിട്ടുണ്ട്. നമുക്ക് കുറേ ദൂരം, ഏകദേശം 2 കിലോമീറ്ററിൻ്റെ മുകളിൽ ഇങ്ങനെ നടന്നു പോകാനുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മുടെ വാച്ചിങ് ടവറൊക്കെ വരിക. നമ്മളിവിടെ കയറി വരുമ്പോൾ നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു അടിപൊളി പ്ലേസ് ഉണ്ട് കേട്ടോ. നമ്മളിവിടെ കയറി വന്നിട്ട് ഫസ്റ്റ് തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള പ്ലേസ് ഒക്കെ ഉണ്ട്. ബാക്കിൽ കണ്ട ആൾക്കാരൊക്കെ ഇരിക്കണേ. ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ഒരു കവാടം. ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇറങ്ങി പോയിട്ട് അവിടെ നിന്ന് ഒരു അടിപൊളി ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം.
റിസോർട്ടും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അടിപൊളി ലുക്കാണ്. നമ്മൾ കയറി വരുമ്പോൾ അതിൻ്റെ എൻട്രൻസ് കണ്ടായിരുന്നു, പക്ഷേ ഇത്രത്തോളം ബ്യൂട്ടി മനോഹരമായതാന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. അറ്റത്ത് കണ്ടൊരു വീടൊക്കെ കാണാമല്ലേ, റിസോർട്ടാണത്. നമുക്ക് അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്യാം. ഇവിടെ നോക്കിയാൽ അന്യായ ലുക്ക് കേട്ടോ. നമ്മൾ കയറി വരുന്നതിൻ്റെ ഫസ്റ്റ് വ്യൂ പോയിൻ്റാണിത്. ഇനി മുകളിലേക്ക് കുറേ ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആ വ്യൂ പോയിൻ്റ് കണ്ടിട്ട് ഇനി മുകളിലേക്ക് വീണ്ടും നടക്കണം കേട്ടോ. നമ്മുടെ കൂടെ വന്നവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ഇവിടെ വരുമ്പോഴേ ഇവിടെ വെള്ളം കെട്ടി നിർത്താൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു കുളമാരി ഉണ്ടാക്കിയിട്ടുണ്ട്. മഴക്കാലത്തൊക്കെ ഒരുപാട് നല്ല കൂടുതൽ വെള്ളം ഉണ്ടാവും കേട്ടോ അവിടെ. ഇതിൻ്റെ ഉള്ളിൽ മീൻ വളർത്തുന്നുണ്ടോയെന്നറിയില്ല, കണ്ടിട്ട് മീനൊന്നും കാണാനില്ല. എന്തായാലും ഒരു നല്ലൊരു ആശയമാണ് വെള്ളം കെട്ടി കിടത്തുന്നത്. അപ്പോൾ നമ്മളിനി വീണ്ടും ഇത് കൂടെ കുറേ ദൂരം കൂടി നടക്കുന്നുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല കയറ്റാണ് കേട്ടോ. നമ്മളവിടെ നേരത്തെ കാണിച്ചില്ലേ വ്യൂ പോയിൻ്റ്, കിടിലം വ്യൂ പോയിൻ്റാണ് കേട്ടോ. പണ്ട് അങ്ങനെ കൈവരിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്ന ടൈമിൽ. ഇപ്പോൾ ഒരുവിധം ടൂറിസ്റ്റൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അല്ല ഉച്ചിന്നമായിട്ടുള്ള സംഭവമൊക്കെ അല്ലേ, കിടിലാണ്. നമ്മൾ സൺസെറ്റിൻ്റെ ടൈം കാരണം കറക്റ്റ് സൂര്യൻ അസ്തമിക്കുന്ന സ്പോട്ടാണത്. അവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. എൻ്റെ കൂടെ വന്നവരൊന്നും കാണാനില്ല കേട്ടോ, അവർ കുറേ ദൂരം നടന്നു പോയിന്ന് തോന്നുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കുക കാരണം മെല്ലെ മെല്ലെ പതിയെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അവരെത്തിയിട്ടാണ് കണ്ടുപിടിച്ച്. നമ്മുടെ ഈ കൊടിക്കുത്തിമല നിൽക്കുന്ന സ്ഥലം അമിനിക്കാട് എന്ന പ്രദേശത്താണ് കേട്ടോ നിൽക്കണത്. അപ്പോൾ ഈ അമിനിക്കാട് എന്ന പേര് വരാൻ കാരണം പണ്ട് കാലത്ത് ഇവിടെ 5 മുനികൾ തപസ്സിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 5 മുനികൾ തപസ്സിരിക്കുക കാരണം 5 മുനിക്കാട് എന്നാണ് പണ്ട് അറിയപ്പെട്ടിരുന്നത്. അത് പിന്നെ ലോപിച്ച് അമിനിക്കാട് എന്ന പേര് വന്നു. അങ്ങനെയാണ് ചരിത്രമല്ല, അങ്ങനെ ഒരു കഥ ഇവിടെ പ്രചരിച്ച് വരുന്നുണ്ട്. സത്യമാണോ എന്നറിയില്ല. ഇവിടെയും ഒരു റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ട് കേട്ടോ. നടന്ന് ക്ഷീണിച്ച് വരുന്നവർക്കൊക്കെ ഇവിടെ വന്നിരിക്കാം. നമ്മൾ ഫസ്റ്റ് കണ്ട വ്യൂ പോയിൻ്റ് ഇല്ലേ, അതിനെക്കാട്ടി അടിപൊളിയൊരു വ്യൂ പോയിൻ്റ് ഇവിടെയാണ്. കാരണം അതിനായിട്ട് ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ട ബാക്ക് നോക്കിയൊക്കെ നമ്മൾ നേരത്തെ കണ്ട സെയിം പൊസിഷനാണത്. അപ്പോൾ കയറി വരുമ്പോൾ ഇവിടെ വന്നാലും നമുക്ക് അടിപൊളിയായിട്ടായി കാണാൻ പറ്റും. കണ്ട സണ്ണ് കറക്റ്റായിട്ട്, സൺസെറ്റ് ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് ഇരുന്നാൽ കാണാൻ പറ്റും. കാരണം ഇവിടെയാണ് അസ്തമയം ഉണ്ടാവുക. അപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ വന്നിരുന്ന അടിപൊളിയായിട്ടൊരു അസ്തമയം കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റും. രാവിലെ വന്നാലൊക്കെ നിങ്ങൾക്ക് ബോറടിക്കും, കാരണം വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. മിക്കവാറും ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഈവനിങ്ങിൽ വരാൻ നോക്കുക. ഇവിടെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയുള്ള പ്രവേശനം. പിന്നെ മുകളിലൊരു വാച്ച് ടവർ ഉണ്ട്. വാച്ച് ടവർ 6 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ എടുക്കാൻ അവിടേക്ക് വരുന്നതെന്ന് വെച്ചാൽ നേരെ മുകളിലേക്ക് കയറിയിട്ട് വാച്ച് ടവറൊക്കെ കണ്ടിട്ട് തിരിച്ച് വരുമ്പോൾ മാത്രം വീഡിയോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്ത് വരിക. അല്ലെങ്കിൽ നമുക്ക് ആ മുകളിൽ കയറിയാൽ പിന്നെ കയറാൻ പറ്റില്ല, അവിടെ ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ അറ്റത്തൊരു മോനമായൊരു സംഭവമാണല്ലേ, ഒരു മലയുടെ മോൾ ഭാഗമാണ്. നല്ല വ്യൂ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ വാച്ച് ടവർ കേട്ടോ. അതിൻ്റെ ഫോട്ടോ ആണ് കൊടുത്ത് കിടക്കുന്നത്. 300 ഡിഗ്രി കാഴ്ച ലഭിക്കുന്ന കേരളത്തിലെ ചുരുക്കം ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് കൊടുകുത്തിമല. എന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചടക്കുന്നത്. നമ്മൾ പാസ്സാലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പോയി കയറിയിട്ട് നമുക്ക് നോക്കാം കേരളത്തിലെ ആദ്യത്തേണോ രണ്ടാമത്തേണോ എന്നൊക്കെ. ഓക്കെ, അതാ ആ ദൂരത്ത് നമുക്ക് കാണാം കേട്ടോ വാച്ച് ടവർ. എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്.
അവസാനം വാച്ച് ടവറിൻ്റെ അവിടെ എത്തിയിരിക്കുന്നുണ്ട്. നമ്മുടെ ബാക്കിൽ ഈ കാണുന്ന സംഭവമില്ലേ, അതാണ് വാച്ച് ടവർ. അത് അധികം ഹൈറ്റൊന്നുമില്ല, എന്നാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഏരിയ ഇവിടെ ഉള്ളതിന് വെച്ചിട്ട് ഏറ്റവും ഹൈറ്റ് കൂടിയ ഏരിയ. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രിയുള്ള വ്യൂ കാണാൻ പറ്റുന്നവർ പറയട്ടെ. നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് വരാം. ഇവിടുത്തെ അങ്ങോട്ട് ഉള്ള കാഴ്ച ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വ്യൂ ആണ്. പിന്നെ കയറി വരുമ്പോൾ നമുക്കൊരു ടീ ഷോപ്പൊക്കെ കാണാൻ പറ്റും. അപ്പോൾ കയറി വന്നിട്ട് കഴിച്ചിരിക്കുന്നവർക്കൊക്കെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വാച്ച് ടവറിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കാം. നമ്മളിത് കയറി വരുമ്പോൾ ഇതിൻ്റെ 2 ഫ്ലോറാണുള്ളത്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടതാണ് ഈ കൊടുകുത്തിമലയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഏരിയയിലുള്ള വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. കുഴപ്പമില്ല, അത്യാവശ്യം മലപ്പുറം ഏരിയയിലുള്ള ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു ഏരിയയാണിത്. മലപ്പുറം, പാലക്കാടില്ല, തൃശ്ശൂർ ജില്ല അങ്ങനെയൊക്കെ പറ്റിയ ഏറ്റവും ഹൈറ്റ് കൂടിയൊരു ഏരിയയാണിത്. നിങ്ങൾ ഒരു വട്ടമൊക്കെ വന്ന് ഈവനിങ്ങിലൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ്. നമ്മുടെ അടുത്തുള്ളവരൊക്കെ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ഏരിയയിലൊക്കെ വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലേസാണത്. നിങ്ങൾ ഒരു വട്ടയിലും വന്ന് കാണാൻ പറ്റിയൊരു പ്ലേസാണത്. അപ്പോൾ ഇതൊക്കെയാണ് കൊടുകുത്തിമലയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നിങ്ങളുടെ സ്വന്തം റാസ് കേരള.